അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സാറ് നമ്മുടെ നാട്ടില് ഈ പ്രായമായ ആളുകള് ആണ് അധികവും മരുന്നുകളെ ആശ്രയിച്ച് കഴിയുന്നത്. പക്ഷെ അവര് ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നിരന്തരമായിട്ട് അലോപ്പതി മരുന്നുകളാവും ഒട്ടുമിക്ക പേരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് ഒരു അക്യുപഞ്ചറിസ്റ്റിനെ കണ്ടാല് അല്ലെങ്കിൽ ഒരു അക്യുപഞ്ചർ ചികിത്സക്ക് വിധേയമായാല് എന്തുമാത്രം വിജയ സാധ്യത അല്ലെങ്കിൽ രോഗശമനത്തിനുള്ള സാധ്യത അതിലുണ്ട്? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്റെ അടുത്ത് പോലും. സാധാരണ നിങ്ങൾ ഈ പറയുന്ന അതേപോലെ തന്നെയാണ് പ്രമേഹത്തിന് അല്ലെങ്കിൽ ശ്വാസം മുട്ടലിന് അല്ലെങ്കിൽ ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകൾ, ഇങ്ങനെ അല്ലെങ്കിൽ സന്ധിവേദനക്ക് മരുന്ന് കഴിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ ഇതിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ, ഉറക്കമില്ലായ്മക്ക് മരുന്ന് കഴിക്കുന്ന ആളുകൾ, ഇങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രായമായ ഒട്ടേറെ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറി മരുന്ന് കഴിക്കുന്ന ഏതെങ്കിലും കാറ്റഗറി മരുന്ന് കഴിക്കുന്നവരോ അല്ലെങ്കിൽ ഇതിൽ തന്നെ 2-3 കാറ്റഗറി മരുന്ന് കഴിക്കുന്നവരോ ഈ എല്ലാ മരുന്ന് കഴിക്കുന്നവരും എന്റെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ സാധാരണ എന്നെ പോലുള്ള ഏത് അക്യുപഞ്ചറിസ്റ്റ് ആയാലും ശരി, അവർ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കാൻ തയ്യാറാണോ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിച്ച് തന്നെ ജീവിച്ചോളാൻ പറയും. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ കുറെ മരുന്ന് കഴിച്ച് ഇത്രയും കാലം മരുന്ന് കഴിച്ചത് കൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് മരുന്ന് കഴിച്ച് രോഗം മാറാൻ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ഉള്ളില് മരുന്ന് നിർത്താൻ ഭയവും ഉണ്ടാവും, രോഗം മാറുന്ന ആഗ്രഹം ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ അവര് രോഗം മാറിയ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഇഷ്ടംപോലെ രോഗം മാറിയ ആൾക്കാരുണ്ട്, ഇതേപോലുള്ള ആരോഗ്യം മാറിയ ആൾക്കാരുണ്ട്. അപ്പൊ ഇതേപോലെ രോഗം മാറിയ ആളുകളെ അവർ കാണുമ്പോൾ അവർക്ക് നമ്മൾ ചികിത്സ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ രോഗം മാറിയ ഒട്ടേറെ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഉണ്ട്, എല്ലാ ജില്ലയിലും ഉണ്ട്. അപ്പൊ അതിൽ രോഗം മാറിയ ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് സാധിക്കും. പക്ഷെ നമ്മള് ഈ വൃദ്ധരായ ആളുകൾക്ക്, ഇപ്പൊ എന്റെ ഉപ്പാവൊക്കെ പണ്ട് തോന്നലുണ്ടായിരുന്നു, പ്രായമായി കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും മരുന്ന് കൂടെ വേണം, മരുന്നില്ലാതെ ഇനി ജീവിതകാലം ഇല്ല, ജീവിതത്തിൽ മരുന്ന് ഒരു കൂടപ്പിറപ്പാണ് അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകേണ്ട ഒരു സാധനമാണ് എന്നൊരു ധാരണ പ്രായമായ ആളുകൾക്കുണ്ട്. അത് ശരിയല്ല. മരുന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും സുഖപ്പെടാനുള്ള സൗകര്യം അക്യുപങ്ക്ചറിലുണ്ട്. ആകെ വേണ്ടത് മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കാൻ. മരുന്ന് ഒഴിവാക്കുമ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുക? തലവേദന ഉണ്ടാവാം, വയറുവേദന ഉണ്ടാവാം, ഉറക്കമില്ലായ്മ ഉണ്ടാവാം, ഈ പറഞ്ഞ പോലെ അസ്വസ്ഥതകൾ ഉണ്ടാവാം. ആ അസ്വസ്ഥതകളെ ഓരോന്നോരോന്നും ചികിത്സിച്ചാൽ ഒറ്റയടിക്ക് തന്നെ എല്ലാ അസ്വസ്ഥയും മാറാനുള്ള സാധ്യത അക്യുപങ്ക്ചറിലുണ്ട്. അപ്പൊ പലപ്പോഴും ഇത്തരം കണ്ടീഷൻസ് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ആഴ്ചക്കാ ചികിത്സിക്കുക, ഒരു 5-6 ട്രീറ്റ്മെന്റ് കൊണ്ടോ അല്ലെങ്കിൽ 10-15 ട്രീറ്റ്മെന്റ് പൂർണ്ണമായി സുഖപ്പെടും. സാധാരണ കണ്ടുവരുന്നത് മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കുമ്പോൾ രോഗം പൂർണ്ണമായി സുഖപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതൊരു തെറ്റായ വിശ്വാസമാണ്. നിങ്ങൾ പറഞ്ഞല്ലോ, എന്നുവെച്ചാല് പ്രായമായി കഴിഞ്ഞാൽ എപ്പോഴും മരുന്ന് കൂടെ വേണം എന്ന ചിന്ത, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ എല്ലാം ജീവിക്കാൻ പറ്റും. പക്ഷെ മരുന്ന് നിർത്തി കഴിയുമ്പോ, നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ നിർത്തി കഴിയുമ്പോ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ അപകടകരമായ ഒരവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് എന്റെ സംശയം. സത്യം പറഞ്ഞാല് ഈ മരുന്നും മദ്യവും പുകവലിയും ഇത്തരം കാര്യങ്ങളൊക്കെ നിർത്തുന്ന ഒരാൾക്ക് ആകെ വേണ്ടത് ഒരു ഉറച്ച തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം എനിക്കറിയുന്ന ഒരുപാട് മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ട്, 20 കൊല്ലമായിട്ട് ഏതാണ്ട് എല്ലാ ദിവസവും മദ്യപിക്കുന്ന ആളുകളാണ്. ഒറ്റയടിക്ക് മദ്യപാനം നിർത്തിയ ആളെ എനിക്കറിയാം. കാരണം ഇത്തരം ശീലങ്ങൾ ഒറ്റയടിക്ക് നിർത്തിയാലേ നിർത്താൻ കഴിയുള്ളൂ. ഒരു മദ്യപാനം ശീലമുള്ള ഒരാള് അയാള് സാവധാനം കുറച്ച് കൊണ്ടുവന്ന് മദ്യപാനം അവസാനിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല, അതൊരു തോന്നലാണത്. പക്ഷെ അതേ സമയത്ത് അവർക്ക് മദ്യപാനം ഒറ്റയടിക്ക് അവസാനിപ്പിച്ച് അത് തുടരാൻ പറ്റും. ഇതേപോലെ തന്നെ അലോപ്പതി മരുന്നുകൾ ഒറ്റയടിക്ക് അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചാൽ ആ തീരുമാനവുമായി മുമ്പോട്ട് പോകുന്ന ആൾക്ക് പ്രയാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ സ്വാഭാവികമായി രോഗമുണ്ടല്ലോ. ഇപ്പം ഒരു രോഗിക്ക് വാർദ്ധക്യം അത് ഒരു ബലഹീനമായ ഒരു അവസ്ഥ ഉണ്ടാകും. കഴിച്ച മരുന്നിന്റെ കോംപ്ലിക്കേഷൻ വേറൊരു ബലഹീനമായ അവസ്ഥ. ഈ 2 ബലഹീനതയും കൂടി ഒത്തുചേരുന്ന സമയം വാർദ്ധക്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ മരുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ മരുന്നുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ വളരെ സാവധാനമായി മാറിക്കിട്ടുകയും ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ശക്തി പ്രാപിക്കുന്നതനുസരിച്ച് ആ വാർദ്ധക്യത്തിൽ പോലും ഒരു യുവത്വം വീണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് പേരെ കാണിച്ചു തരാൻ കഴിയും. എന്നുവെച്ചാല് എന്റെ പരിചയമുള്ള ഒരു കൂട്ടുകാരന്റെ വാപ്പ, അദ്ദേഹത്തിന്റെ 74-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ പോകുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ പോകുന്ന സമയത്ത് ഇപ്പൊ ഉള്ള 18 വയസ്സ് 20 വയസ്സ് കഴിഞ്ഞ പിള്ളേര് ഡോക്ടറെ കാണിച്ച് കണ്ണ് ചെക്ക് ചെയ്തിട്ട് കണ്ണ് ടെസ്റ്റ് വേണമല്ലോ. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, 70 വയസ്സിന് ശേഷം അയാൾ കണ്ണ് മാത്രം പരിശോധിച്ചാൽ പോരാ, ഒരുപാട് പരിശോധനയില് അയാള് ഇതൊക്കെ ഒരു ലെവലുണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ സമ്മതിക്കുള്ളൂ. പക്ഷെ ഇദ്ദേഹം 74-ാമത്തെ വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ പോയ സമയത്ത് അവിടെയുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വലിയ കൗതുകത്തോടെ ചോദിക്കുകയാണ്, കണ്ണട പോലും ഇല്ലാതെ വാഹനം ഓടിക്കാൻ കഴിയുന്ന വലിയ അത്ഭുതമാണ്. അദ്ദേഹം പറഞ്ഞ്
10 കൊല്ലം മുമ്പേ എനിക്ക് കണ്ണട ഇല്ലാതെ ഓടിക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പൊ അക്യുപഞ്ചർ ചെയ്തതിന് ശേഷമാണ് കണ്ണട പോലും ഇല്ലാതെ വാഹനം ഓടിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ യുവത്വത്തിലേക്ക് മടങ്ങി വരാൻ അക്യുപഞ്ചർ സഹായിച്ചതാണ് അദ്ദേഹം വാദിക്കുന്നത്, അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നത്. തന്നെ ബന്ധുക്കൾക്ക് ഇത് രണ്ടഭിപ്രായമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വാർദ്ധക്യം ഉണ്ടാക്കുന്ന ഒരു ബലഹീനത ഒരു ഭാഗത്തുണ്ടാകും, അതേപോലെ തന്നെ മരുന്ന് ധാരാളം കഴിച്ചതിന്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ബലഹീനത വേറൊരു ഭാഗത്തുണ്ടാകും. ഇത് രണ്ടും ശരിയായ രീതിയിൽ അക്യുപഞ്ചർ ചികിത്സിക്കാമെങ്കിൽ രണ്ടും പൂർണ്ണമായും മാറിക്കിട്ടും. അതിനുള്ള സൗകര്യം ഈ ചികിത്സയിലുണ്ട്. അതിന്റെ ദൈർഘ്യം എത്രയെന്ന് പറയാൻ പറ്റും? രോഗികളെ കണ്ട് മനസ്സിലാക്കിയത് അങ്ങനെ ഒരു നിഗമനം അക്യുപഞ്ചറിലുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഒരു ഡോക്ടർക്കും ഇത് പറയാൻ കഴിയില്ല. ഇപ്പൊ ഒരാള് പ്രമേഹമായിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞ വ്യക്തി, അബ്ദുള്ളക്ക എന്ന് പറഞ്ഞ വ്യക്തി, ഇദ്ദേഹം യൂരിക് ആസിഡിനും അതേപോലെ എന്താ പറയാ ഹാർട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത കാരണം ഹൃദ്രോഗത്തിനൊക്കെ ധാരാളം മരുന്ന് കഴിച്ച വ്യക്തി വർഷങ്ങളായിട്ട്. ഇദ്ദേഹം മരുന്നൊക്കെ നിർത്തി ചികിത്സിച്ച് പൂർണ്ണമായി സുഖപ്പെടാൻ കുറച്ച് സമയം എടുത്തു. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ സമയം എടുത്തോളുന്നില്ല. അത് ഡിപ്പെൻഡ് ആണ്. എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞ ചിട്ടകൾ കൃത്യമായി പാലിക്കുന്ന വ്യക്തിയാണ് അബ്ദുള്ളക്ക. അതുകൊണ്ട് അതിന് വേഗം മാറി ഞാൻ പറയാം. പക്ഷെ എല്ലാവർക്കും നമുക്ക് മുൻകൂട്ടി എത്ര സമയം കൊണ്ട് മാറും എന്ന് ഒരിക്കലും ഒരു ചികിത്സകനും പറയാൻ സാധിക്കില്ല. ഓക്കെ, താങ്ക്സ്.